നിലമ്പൂരിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 11,043 വോട്ടിന്റെ ലീഡിന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. ഇനി എണ്ണാനിരിക്കുന്ന കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ, അതിൽ അമരമ്പലം പഞ്ചായത്തിൽ മാത്രമാണ് ചെറിയ പ്രതീക്ഷ ഇനി LDFന് വച്ചു പുലർത്താനുള്ളത്. പക്ഷെ അപ്പോഴും ഈ ലീഡ് മറികടക്കാൻ ഇനി കഴിയില്ല എന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പിൽ വിജയാഹ്ലാദം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ഘട്ടത്തിൽ സാനുവിലേക്കൊന്ന് പോകാം. സാനു, ഈ ഫലം വന്നു കഴിഞ്ഞ് രണ്ട് മുന്നണികളും ഒരുപക്ഷെ PV അൻവറിന്റെ ക്യാമ്പും ഒരു കണക്കെടുപ്പിനിരിക്കുമ്പോൾ നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി UDF കൈവശം വെച്ചിരുന്ന മണ്ഡലം, അത് കഴിഞ്ഞ 2 തവണ ഞാൻ സാനുവിലേക്ക് വരാം. സണ്ണി ജോസഫിന്റെ വാക്കുകൾ കേൾക്കാം. വിലയിരുത്തൽ എങ്ങനെയാണ്? അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. UDF ആദ്യം മുതൽ തന്നെ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു ജനവിധിയാണ്. നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി പൊതുവിലാണ് എന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശം നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ഏറ്റെടുത്തു. കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ശക്തമായൊരു വിധിയെഴുത്താണ് നിലമ്പൂർ ജനത നൽകിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗശല്യം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ച് അധിക്ഷേപിച്ചത്, ഗവൺമെൻറ്റിൻ്റെ അഴിമതി, ഇതെല്ലാം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയത്. ഇന്ന് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ച് തള്ളുന്നത്, എന്നാൽ മറ്റ് പ്രബല വിഭാഗങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ വർദ്ധിച്ച് PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത്, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിയത്, ഇതെല്ലാം തന്നെയാണ് നിലമ്പൂരിൽ ഞങ്ങൾ ഉയർത്തിയത്. വന്യമൃഗ അക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ വലിയ കെടുതികൾ, അതിനെ വനമന്ത്രി അവഗണനയോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി, കാർഷിക മേഖല ഞാൻ ആദ്യമേ പറഞ്ഞു, യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഇതെല്ലാം അവിടെ ചർച്ച ചെയ്തു. അതിനെല്ലാം ജനങ്ങൾ UDF ഉയർത്തിയ പ്രതിഷേധത്തിൻ്റെ സ്വരം ഈ സർക്കാരിനെതിരെ ആഞ്ഞു വീശുന്നതിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. UDFൻ്റെ സംസ്ഥാന നേതൃത്വം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം, മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും, അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, മറ്റ് ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, UDF നേതാക്കന്മാർ എല്ലാവരും ചേർന്ന്, പ്രവർത്തകരെല്ലാവരും ചേർന്നുള്ള ടീം വർക്കിൻ്റെ ഫലമാണ്, ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം 10,000-നും 15,000-നും ഇടയിലായിരിക്കുമെന്ന് പറഞ്ഞു. അതേതാണ്ട് കൃത്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ വോട്ടർമാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. വോട്ടർമാർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, ജനാധിപത്യ മുന്നണിക്ക് നൽകിയ പിന്തുണ, അത് സംരക്ഷിക്കാൻ, അത് പരിപാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കൂടുതൽ വിനയത്തോടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ UDF കമ്മിറ്റഡ് ആണ്. അവിടുത്തെ ജനപ്രതിനിധിയും അതിന് തയ്യാറാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ വിജയത്തിൽ മുന്നണി പോരാളികളായ പ്രവർത്തകർക്കും നല്ലവരായ വോട്ടർമാർക്കും KPCCയുടെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മുഖ്യമന്ത്രിയോടും CPM സംസ്ഥാന സെക്രട്ടറിയോടും എന്താണ് പറയാനുള്ളത്? ഇത് കണ്ടിട്ടെങ്കിലും പാഠം പഠിക്കണം. ജനവിധി കണ്ട് പാഠം പഠിക്കാൻ CPM നേതൃത്വവും കേരള ഗവൺമെൻറ്റും മനസ്സിലാക്കണം. ഗവൺമെൻറ്റിൻ്റെ പണക്കൊഴുപ്പിലാണ്, മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് അടിച്ചുകൊണ്ടാണ്, മന്ത്രിമാരെല്ലാവരും വീട് വീടാന്തരം കയറിയിറങ്ങി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പോലും ഉണ്ടായിരുന്നു. അധികാര ദുർവിനിയോഗം, പണാധിപത്യം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ LDF പ്രകടിപ്പിച്ചു എങ്കിൽ പോലും ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജനവിധി മാനിക്കാൻ LDF ഇനിയെങ്കിലും തയ്യാറാകണം. പിണറായിസത്തിനെതിരായ വിധിയെഴുത്ത് തന്നെയാണോ ഇവിടെ നടന്നത്? ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താണ്. ഈ അൻവർ വലിയ രീതിയിൽ വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്, അത് UDFന്റെ വോട്ട് പോയിട്ടുണ്ടോ? അതിലേക്ക് അത് പരിശോധിക്കേണ്ട വിഷയമാണ്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയാണ് ആരുടെ വോട്ടാണ് എന്നത് പരിശോധിക്കേണ്ടത്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ അൻവർ മത്സരിച്ചത് UDFന് ഗുണമായിട്ടുണ്ടോ? എനിക്കത് മനസ്സിലായില്ല. ഞാനത് കേവലം ഇൻഡിവിജ്വലായിട്ട് ആരുടെയും വിഷയം കാണുന്നില്ല. ഞാൻ സർക്കാരിനെയാണ് അതിൻ്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയൻ, അത്രയേ ഉള്ളൂ. ആരൊക്കെ കൂടുന്നു, UDFന്റെ കൂടെ ആരൊക്കെ കൂടുന്നു, അതെല്ലാം ചരിത്ര ഭൂരിപക്ഷം തന്നെയല്ലേ നിലമ്പൂരിൽ. ഇത് 15,000-ഓളം, അതൊക്കെ ആ സമയത്ത് ആലോചിക്കും. മുകളിലേക്കൊക്കെ കിട്ടുമായിരുന്നു. ആരാ പ്രതീക്ഷിച്ച? ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്,
ഇൻ ബിറ്റ്വീൻ 10,000 ഉണ്ടായിരുന്നുവെങ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കുറെ ആൾക്കാരും കൂടെ ജനിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു? ഈ വാതിൽ നേരത്തെ പറഞ്ഞല്ലോ, വാതിൽ അടച്ചിട്ടില്ല. അത് ഞാൻ ജനറലായിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാ. നിങ്ങൾ ചില ആൾ കൊടുത്താ, ഞാൻ ജനറലായിട്ട് പറഞ്ഞതാ. അടച്ചിട്ട് തന്നെയാണോ ഉള്ളത്? നൗ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അത് തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആലോചിച്ച സമയത്ത് ആലോചിക്കും. അല്ല, നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. താക്കോല് കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാ. നിങ്ങൾ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച. ഞാൻ പറഞ്ഞത് എന്താണ്? നൗ ഇറ്റ് ഈസ് ക്ലോസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്? വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ് എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം മുട്ടുപിൻ തുറക്കപ്പെടുന്നു താങ്കൾ അത് ഞാൻ പറഞ്ഞു. അതൊക്കെ രാഷ്ട്രീയത്തിലെ അതൊക്കെ രാഷ്ട്രീയത്തിലെ അടവ് നയങ്ങൾ, അത്രയേ ഉള്ളൂ. മുന്നിൽ ഇനി ആ സാധ്യത തുറന്നു വെക്കുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ഡെവലപ്മെന്റ്സ്. അടുത്ത 2026 അൻവർ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്ന് പറയാൻ പറ്റില്ല. സണ്ണി ജോസഫ് ഇപ്പോൾ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. പക്ഷെ അപ്പോഴും പൂർണ്ണമായി അങ്ങ് വാതിലടയ്ക്കുന്നു എന്ന് പറയുന്നുമില്ല. എങ്കിലും PV അൻവറിന്റെ കാര്യമാണ്. സാനു, ഇനിയിപ്പോൾ വ്യക്തമായ ഒരു ലീഡ് നില നേടിക്കൊണ്ട് ഷൗക്കത്ത് ജയിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് വിജയാഹ്ലാദവും സണ്ണി ജോസഫിന്റെ വാക്കുകളും ഒക്കെ നമ്മൾ കാണേണ്ടത്. പക്ഷെ അപ്പോഴും ഈ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇരു മുന്നണികളിലും UDF-ലും LDF-ലും കാര്യങ്ങൾ അത്ര സുഗമമാകാനുള്ള സാധ്യതയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വരികയായിരുന്നു, പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കയ്യിലിരുന്ന UDF-ന്റെ സീറ്റ്, ആ സീറ്റ് കഴിഞ്ഞ 2 പ്രാവശ്യവും PV അൻവർ പിടിച്ചെടുക്കുന്നു. ഇടത് സ്ഥാനാർത്ഥിയായി, ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഒരുപക്ഷെ അന്ന് ഒക്കെയും LDF-ൻ്റെതായി വീണ വോട്ടുകൾ 77,000-ൽ പരം വോട്ടുകൾ 2016-ൽ, 2021-ൽ 81,000-ൽ പരം വോട്ടുകൾ. ഇതിപ്പോൾ സ്വരാജിൻ്റെ വോട്ടുകൾ 51,241. ഇപ്പോൾ അതിൽ വ്യത്യാസം വരാം. പക്ഷേ എങ്കിൽ പോലും ഈ വോട്ടുകളെല്ലാം എവിടെ പോയി എന്നൊരു ചർച്ച അവിടെ വരാനുള്ള സാധ്യത. അതേസമയം ആര്യടൻ ഷൗക്കത്ത് പിടിച്ച ഇതിനു മുൻപ് PV അൻവറിനോട് തോറ്റപ്പോൾ പിടിച്ച വോട്ടിലേക്ക് പോലും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട് താനുമെങ്കിലും. VV പ്രകാശ് പിടിച്ച വോട്ടിലേക്ക് എത്തുമോ? ആദ്യ 2 പഞ്ചായത്തുകളിൽ സംഭവിച്ചത് എന്താണ്? ഇനി LDF ക്യാമ്പിലാവട്ടെ, ഇപ്പോൾ സ്വരാജ് പിടിച്ച വോട്ടും LDF സ്വതന്ത്രനായും അന്ന് മത്സരിച്ച PV അൻവർ ഇപ്പോൾ പിടിച്ച വോട്ടും, ഈ രണ്ടും കൂടി ചേർത്താൽ ഒരു പക്ഷേ ഷൗക്കത്തിന് മുകളിലേക്ക് പോയിരിക്കാം. യെസ് സാനു, ഈ കണക്ക് ഓർത്തു വയ്ക്കുക. PV അൻവറിന്റെ വാക്കുകൾ കേട്ട ശേഷം തിരിച്ചു വരാം. വോട്ട്, പിന്നെ ഒരു 5,000 വോട്ട്, പിന്നെ ഞെരുങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു 8,000 9,000-ത്തിലൊക്കെ എത്തിയിരുന്നു. 40% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 10,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസം കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ്. മലയോര വിഷയം 63 മണ്ഡലങ്ങളിൽ അതിസജീവമാണ്. 489 പഞ്ചായത്ത്. ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിനൊരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെൻറ്റിനും 2026-ൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെൻറ് രൂപീകരിച്ച് കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും, ഓൾറെഡി 103 കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ കൂടെ കൂട്ടി ഒരു എന്താ പറയുക, ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് UDF സ്വീകരിച്ചാൽ ആ UDF-നോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരുപാട് കർഷക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ UDF നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന്. ഓക്കെ, ശരി സാനു, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഇടത് ക്യാമ്പിലായാൽ പോലും ഒരുപക്ഷെ അത് PV അൻവർ ഫാക്ടർ വലിയ പ്രശ്നമുണ്ടാക്കിയേക്കാം. ഈ ഒരു ജയസാധ്യത ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നിലനിന്നേക്കാം. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജയം തോൽവി എന്നുള്ളതിനപ്പുറം പോയ വോട്ടുകൾ, വന്ന വോട്ടുകളുടെ കണക്കുകളൊക്കെ ഇരു മുന്നണികളിലും ഒച്ചപ്പാടുണ്ടാക്കിയേക്കാം. സാനു, മുന്നണികളിലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന വോട്ടിന്റെ ശോഷണം അത് തീർച്ചയായിട്ടും അതൊരു ചർച്ചാ വിഷയമാകും. അത് വലിയൊരു അവരുടെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് തന്നെ അതിലൊരു പഠനം ഉണ്ടാകും. അത് ചില
പൊട്ടിത്തെറികളിലേക്ക്, അതായത് നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ അത് UDF ഒരു പൊട്ടിത്തെറിയിലേക്ക് വരെ ഒരു പക്ഷേ കാര്യങ്ങളിൽ എത്തിച്ചേക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ വഴിക്കടവിലും മൂത്തേടത്തും അടക്കമുണ്ടായിട്ടുള്ള ആ വോട്ടിന്റെ ശോഷണം, ആ ഒരു പിന്നോക്ക പോക്കൽ, അതേപോലെ തന്നെ ഈ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുള്ള വോട്ട് ശോഷണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു പ്രാഥമികമായിട്ടും ഈ UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ചർച്ചയിലേക്കും വലിയൊരു തർക്കങ്ങളിലേക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2021 അതിന് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണെങ്കിലും PV അൻവർ LDFന്റെ ഭാഗത്ത് നിന്ന് കരസ്ഥമാക്കിയിട്ടുള്ള വോട്ടിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് എത്താൻ സാധിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അത് ഇരുമുന്നണികളും വലിയ ചർച്ചയിലേക്ക് വഴിവെച്ചേക്കും. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് PV അൻവർ 15,000 വോട്ട് പിന്നിട്ടതോടുകൂടി ഈ ഒരു വിജയിച്ചതിന്റെ പ്രതീതിയാണ് PV അൻവറിന്റെ വീട്ടിലും അതേപോലെ തന്നെ അവരുടെ അണികൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്ന വലിയ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് PV അൻവറിന്റെ വീടിന് മുന്നിൽ തന്നെ ആ ഒരു പ്രവർത്തകരും അദ്ദേഹത്തിന്റെ അനുയായികളും ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് പിണറായിനെ പാഠം പഠിപ്പിച്ച് എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അവർ പ്രധാനമായിട്ടും വിളിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് പ്രധാനമായിട്ടും നമ്മൾ വീക്ഷിക്കേണ്ട ഒരു കാര്യം, UDFനെ തഴുകിയും LDFനെ തിരിച്ചടി ഉണ്ടായി ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി എന്നുള്ള നിലയിലാണ് ഇവിടെ മുദ്രാവാക്യം വിളികളുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെ ചില സൂചനകളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. PV അൻവറിന്റെ വഴി ഇനിയും UDFിലേക്ക് തുറന്നിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വാതായനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രതീതിയും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാനുവിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പെട്ടെന്ന് ഈ ഘട്ടത്തിലെ നോക്കാം നിലവാരം എങ്ങനെയാണെന്ന്. 11,043 വോട്ടിനാണ് ആര്യടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 66,071 വോട്ടുകൾ നേടിയിട്ടുണ്ട് ഷൗക്കത്ത്. ഇതുവരെ 15 റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. ഇനി 3 റൗണ്ട് വോട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 4 റൗണ്ടുകൾ 16, 17, 18, 19 16ാം റൗണ്ടിലേക്ക് കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി എണ്ണാനുള്ള കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. അതിൽ അമരമ്പലം പഞ്ചായത്ത് മാത്രമാണ് LDFന് ചെറുതായെങ്കിലും പ്രതീക്ഷയുള്ളത്. പക്ഷെ പോത്തുകൽ നിലമ്പൂർ നഗരസഭ രണ്ടിടത്തും തിരിച്ചടി ഉണ്ടായതോടെ വലിയ പ്രതീക്ഷ വേണ്ട എന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ LDF ക്യാമ്പും എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. PV അൻവർ തൊടുത്തുവിട്ടിരിക്കുന്നത് ഒരു വലിയ അമ്പ് തന്നെയാണ്. 15,730 വോട്ട് ഇതിനോടകം പിടിച്ച അൻവർ തീർച്ചയായും ഒരു വലിയ ഘടകമായി മാറിയിട്ടുണ്ട്. 2 മുന്നണികൾക്കും അതൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും UDF ക്യാമ്പിൽ ഇപ്പോൾ വലിയ വിജയാഹ്ലാദങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് കണ്ട ഒരു കൂട്ടായ്മ, ഒന്നിച്ചു നിന്ന് പോരാടിയ, ഒന്നിച്ചു നിന്ന് പ്രചരണ രംഗത്ത് വാശിയോടെ നിന്ന ലീഗും കോൺഗ്രസും, അവിടെയും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. കാരണം ആദ്യം എണ്ണിയ വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്തുകൾ പൂർണ്ണമായി ലീഗിന് സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെ ആര്യടൻ ഷൗക്കത്തിനുണ്ടായിരുന്നത് നേരിയ ഒരു മുൻതൂക്കം മാത്രമാണ്. അത് വലിയ ചങ്കിടിപ്പാണ് ആദ്യഘട്ടത്തിൽ UDF ക്യാമ്പിൽ ഉണ്ടാക്കിയത്. അതെങ്ങനെ സംഭവിച്ചു എന്നതിലേക്കുള്ള കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ അൻവർ പിടിച്ച ഈ വഴിക്കടവിലടക്കം അൻവർ പിടിച്ച വോട്ടുകളും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 മുന്നണികളും ആദ്യഘട്ടത്തിൽ ഒപ്പത്തിനൊപ്പം പിന്നീട് വ്യക്തമായി മേൽക്കൈ നേടിക്കൊണ്ട് ഷൗക്കത്ത് മുന്നേറുമ്പോഴും PV അൻവർ പിടിച്ച വോട്ട് വളരെ ചർച്ചാ വിഷയമാണ്. നമുക്ക് ശിവദാസ് കന്മനം ഉണ്ട് എങ്കിൽ ഏറ്റവും പുതിയ റൗണ്ട് വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതേസമയം സാനു തുടരുന്നുമുണ്ട്. സാനു, ഈ പ്രതികരണങ്ങൾ ഇപ്പോൾ വരുമ്പോൾ അത് രമേശ് ചെന്നിത്തലയുടേതാവട്ടെ സണ്ണി ജോസഫിൻ്റെതാവട്ടെ, ആദ്യം സണ്ണി ജോസഫ് പറഞ്ഞൊരു കാര്യം, വാതിലുകളൊന്നും അടച്ചിട്ടില്ല, താക്കോൽ കയ്യിലുണ്ടല്ലോ, അത് തുറക്കാനുള്ളതല്ലേ വാതിലുകൾ എന്ന രീതിയിൽ തന്നെ സംസാരിച്ചിരുന്നത്. മാത്രമല്ല അൻവർ ഒരു ഘടകമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരു ചെറിയ ഫാക്ടർ ആയിരുന്നു എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായിരുന്നു. അല്പം മുമ്പ് സംസാരിച്ച രമേശ് ചെന്നിത്തലയാകട്ടെ PV അൻവറിൻ്റെ കാര്യത്തിൽ ഞാൻ അനുകൂലമായൊരു നിലപാട് എടുത്തിരുന്നു എന്ന കാര്യം തന്നെ തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ അതും ഇപ്പോഴും നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ 2 തരത്തിൽ പോകുന്നുണ്ട്. സാനു, അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലം, അതായത് 1/3 ഭാഗം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ PV അൻവർ 10,000 കടന്നു.
ആ ഒരു സാഹചര്യത്തെ തന്നെ ഈ PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുന്നണിക്കുള്ളിലെ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇതിനുള്ളിൽ, അതായത് ഇനി വരാനിരിക്കുന്നത് ഒരു പൊട്ടിത്തെറിയാണ്. ഈ അൻവറിന്റെ ഓരോ വോട്ടും ഈ വലത് മുന്നണികൾക്കിടയിൽ ചർച്ചയ്ക്കുള്ള വഴിമരുന്നിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെടിമരുന്നിട്ടിരിക്കുകയാണ്. അതിന് തിരികൊളുത്തപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് UDFിനുള്ളിൽ PV അൻവറിനെ UDFിന്റെ ഘടകകക്ഷിയായിട്ട്, അല്ലെങ്കിൽ UDFിനുള്ളിലേക്ക് കോൺഗ്രസിലേക്ക് സ്വീകരിക്കാനായിട്ട് ഒരു വിഭാഗം നേതാക്കൾക്ക് അന്നേ താല്പര്യമുണ്ടായിരുന്നു. അതിന് ചിലർ തടസ്സം നിന്നു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെയും അതേപോലെ തന്നെ KPCC അധ്യക്ഷന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് വലിയൊരു ചർച്ചയ്ക്കും അത് വലിയൊരു തർക്കങ്ങളിലേക്കും ഒരുപക്ഷെ വഴിമരുന്നിട്ടേക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ തുറന്നിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, UDFിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ ശോഷണം, അതായത് മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ, അത് വഴിക്കടവുള്ള അടക്കമുള്ള പ്രദേശങ്ങളിൽ, മൂത്തടത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇവർ പിന്നോക്കം പോയൊരു സാഹചര്യം, അതടക്കം UDFിനുള്ളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് തങ്ങളെ പിന്നോക്കം പോകാനായിട്ട് കാരണക്കാരായത്? അത് മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗ വോട്ടർമാരാണോ തങ്ങൾക്ക് തിരിച്ചടിയായി മാറിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PV അൻവർ അത്തരത്തിലൊരു വെടിപൊട്ടിച്ചിരുന്നു. അതായത് ഈ കോൺഗ്രസിനുള്ളിലെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനുള്ളിലെ വനിതാ വോട്ടർമാർ അവർ തനിക്കൊപ്പം നിൽക്കും, അതിന്റെ പ്രതിഫലനം വഴിക്കടവിലും മൂത്തേടത്തും അടക്കം പ്രതിഫലിക്കും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഏറെക്കുറെ അവിടെ അതിന്റെ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ വേണം. അവിടുത്തെ ആ ഒരു അൻവറിന് കിട്ടിയ വോട്ടിൽ നിന്നും, ആ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നും, ആ വോട്ടിന്റെ എണ്ണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് വലിയൊരു ചർച്ചയിലേക്ക്, വലിയൊരു വിവാദത്തിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഒപ്പം അത് ഇരുതല മൂർത്തിയുള്ള വാളാണ് അൻവറിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വോട്ടിന്റെ എണ്ണം എന്ന് തന്നെ നമുക്ക് പറയണം. അതായത് LDFിലും അതേപോലെ തന്നെ UDFിലും ഇത് വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് മൂന്നാം ഭരണത്തിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടിറങ്ങി LDFിനും അതൊരു കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കയറും എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്ത UDFിനും ഈ അൻവറിസം അല്ലെ അൻവറിന്റെ ഒരു ഫാക്ടർ പ്രവർത്തിച്ചത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വേണം ഇപ്പോഴത്തെ റിസൾട്ടിൽ നിന്നും, ഇപ്പോഴത്തെ ഫലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവറിന്റെ അനുയായികൾ നിലവിൽ പിണറായി വിജയനും LDFിനുമെതിരെയുള്ള ഒരു പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ഇവിടെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള തലോടലും ആ ഒരു തഴുകലും അതിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെ ഇപ്പുറത്തും, അതായത് മറുഭാഗത്തും PV അൻവറിന്റെ അണികളുടെ ഭാഗത്തുനിന്നും PV അൻവറിന്റെ പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഏകദേശം കൂട്ടനും തമ്മിൽ ഒരു സമരസത്തിലേക്ക്, സന്ധിയിലേക്ക് എത്തപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും UDFിലേക്ക് തന്റെ ഒരു പ്രവേശനം ഉടൻ ഉണ്ടാകും എന്നതിന്റെ സൂചനകളും ഇവിടെ അണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. PV അൻവറിന്റെ വഴി ഇനി UDFിലൂടെ എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലം PV അൻവറിന് വിട്ടു നൽകുക എന്നടക്കമുള്ള ചോദ്യങ്ങളും മറുഭാഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം UDFിനുണ്ടായെങ്കിലും അവർക്കിടയിൽ വലിയൊരു അസ്വാരസ്യങ്ങൾ, വലിയൊരു തലവേദന ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ നേതാക്കൾക്കിടയിലുള്ള ഭിന്നത, അത് രമേശ് ചെന്നിത്തല തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞതോടുകൂടി PV അൻവറിന്റെ UDF പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ രണ്ട് തട്ടിലുള്ള തീരുമാനമായിരുന്നു. അവസാന തീരുമാനം ആ വാതിൽ കൊട്ടിയടച്ചത് VD സതീശനായിരുന്നു എന്ന് തന്നെ പറഞ്ഞു വെക്കുന്ന പ്രസ്താവനകളാണ് ഒരു ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ശരി സാനു, ഏതായാലും 16 റൗണ്ടുകൾ അവസാനിച്ചപ്പോഴുള്ള നില നോക്കിക്കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ആകെ ലീഡ് 10,482 ഇപ്പോൾ കാണുന്ന ലീഡ് 17ാം റൗണ്ടിലേക്ക് കൂടി പ്രവേശിച്ച ശേഷം വരുന്ന ലീഡാണ്. പക്ഷെ 16ാം റൗണ്ട് അവസാനിച്ചതിന്റെ ആകെ ഒരു കണക്കിലേക്കാണ് വരുന്നത് എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ആകെ ലീഡ് 10,482 ആയിരുന്നു. 16 റൗണ്ട് അവസാനിക്കുമ്പോൾ ഇപ്പോൾ 17ാം റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കും.